ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു ട്രിപ്പ് പോയാലോ? അപ്പോൾ നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ, നമ്മളിന്ന് US പോവാണ്. യെസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഗൈസ്. നമ്മൾ ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ്. അതൊക്കെ നമുക്ക് പോകെ പോകെ പറയാം. ആദ്യം തന്നെ രാവിലെ തന്നെ 2 മണിയാകുമ്പോഴേക്കും അലാം വെച്ച് നീറ്റു. കാരണം നമ്മളിത് ഒരു ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ അങ്ങനെയാണ് ട്രിപ്പ്. ഈസ്റ്ററിൻ്റെ സമയത്ത് ലോങ് വീക്കെൻഡ് ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ നീറ്റ് നമുക്ക് ഫ്രൈഡേ മോർണിംഗ് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാനുള്ളതാണ്. അതുകൊണ്ട് നേരത്തെ നീറ്റു, കുളിയെല്ലാം കഴിഞ്ഞു, മുടിയെല്ലാം ഉണക്കി കഴിഞ്ഞു. കാരണം നല്ലൊരു ഉഷാറ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പതിവ് പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ പോകുമ്പോൾ എല്ലാം ക്ലീൻ ആക്കിയിട്ട് പോകും. കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ എല്ലാ പാക്കിങ്ങും ഓൾറെഡി തലേദിവസം തന്നെ കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു 3:30 ആകുമ്പോഴേക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങാം, ഒരു പുലർച്ചെ എന്നാണ് വിചാരിച്ചത്. ഏകദേശം അതേ സമയത്ത് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റി. കാരണം നമുക്ക് ഇമിഗ്രേഷനിലൊന്നും അധികം പോസ്റ്റ് വരാതിരിക്കണം. പിന്നെ ഇനിയിപ്പോൾ പോസ്റ്റ് ആയാലും നമുക്ക് അവിടെ എത്താനുള്ള കറക്റ്റ് നേരം വേണം. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു അനുസരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. നമുക്കൊരു കറക്റ്റ് 8 hours ജേണിയാണ് കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഒരു കുറച്ച് നേരം നിർത്തിയും കാര്യങ്ങളും ഒക്കെ പോകുമ്പോൾ നമ്മളൊരു 10 മണിക്കൂറോ ചിലപ്പോൾ ഒരു 11 മണിക്കൂറൊക്കെ പിടിക്കും. അതുകൊണ്ട് നമ്മളതെല്ലാം മുൻകൂട്ടി കണ്ടാണ് പോകുന്നത്. നമ്മൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടൊന്ന് സമാധാനമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം എന്നാണ് ഞങ്ങളുടെ ഒരു തോന്നൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല കംഫർട്ടബിളായിട്ട് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ല ക്ലോത്ത്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരത്തെ അത്രയും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. കാരണം നമുക്ക് എവിടെയും പോസ്റ്റ് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ മെക്സിക്കോയിൽ പോയി വന്ന ആ ഒരു സമയമുണ്ടല്ലോ, അന്നൊരു December 2 നമ്മുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അന്ന് നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ. അതിലും നമുക്ക് അത്യാവശ്യം കുറച്ചൊരു പേടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അടുത്ത് എന്തിനാണ് പോകുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചു. അന്ന് നമ്മൾ ആനിവേഴ്സറിക്ക് പോകണം എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആനിവേഴ്സറിക്ക് പോകാനാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ എന്താണ് വർക്ക് വിസയാണോ, എങ്ങനെയാണ്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കും. അത്രയേ ഉള്ളൂ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ആ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഉണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് US വിസ അടിച്ച് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. പിന്നത്തെ പ്ലാനായിരുന്നു എന്ന് പോവാം എന്നുള്ളത്. അപ്പോൾ അന്ന് നമുക്കൊരു ഡിസംബർ സമയത്ത് പോകാൻ പറ്റിയില്ല. കാരണം മുത്തിൻ്റെ PR വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുവരെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ തോന്നി ഓക്കെ, എന്നാൽ എൻ്റെ ബർത്ത്ഡേ ആണ് April 28. അപ്പോൾ ആ ഒരു സമയത്ത് ട്രാവൽ ചെയ്യാമെന്ന് മുത്ത് പറഞ്ഞു കേട്ടോ. അപ്പം ഞാനും വിചാരിച്ചു ഓക്കെ, എന്തായാലും എത്രയായാലും കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നല്ലത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളല്ലേ. അങ്ങനെ നമ്മൾ ആ ഒരു സമയത്തോട്ട് ട്രാവൽ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ലീവും കാര്യങ്ങളൊന്നും ഇപ്പോഴേ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ലോങ് വീക്കെൻഡിന് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ അത് ഏകദേശം ഒരു 8 മണിക്കൂറായിട്ടാണ് കാണിച്ചിരുന്നത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് തന്നെ ഒരു ഐസ് ക്യാപ്പും ഒരു കോഫി മുത്തിനും വാങ്ങിയിട്ട് അങ്ങനെ നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ഉഷാറിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കാരണം നല്ല രാവിലെ തന്നെ കുളിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നല്ലൊരു ഹാപ്പി ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ട്രിപ്പിൽ ഏറ്റവും ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒട്ടും ബോറടിക്കാതെ എങ്ങനെ നമ്മൾ പോകുന്നൊക്കെ ഉള്ളതായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്ക് കുറേ സംസാരിക്കാനുണ്ടായിരിക്കുമല്ലോ എന്തായാലും. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നല്ല ഹാപ്പി ആയിട്ട് നല്ല രസത്തിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ദുബായ് ആണ് കേട്ടോ. അത് എന്നെ അറിയുന്ന എല്ലാവർക്കും, എന്നെ ചെറുപ്പം തൊട്ട് അറിയുന്നവർക്കും എന്നെ ഇപ്പം അറിയുന്നവർക്കും ഒക്കെ ഞാൻ പറഞ്ഞ് അറിയുന്നുണ്ടായിരിക്കും. എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ചെറുപ്പം തൊട്ടേ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് ചിലപ്പോൾ ചുമ്മാ ചെറുപ്പം തൊട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും അവിടെ ആയതുകൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അതോ ഇനി എന്തോ അവിടെ ഉണ്ടെന്നോ എന്തോ ഉള്ള ചിന്തയായിരിക്കാം. അങ്ങനെ ആ ഒരു സ്ഥലമാണ് അത്രയും വലിയ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അമേരിക്ക എന്നുള്ളൊരു സംഭവം ഞാൻ ചെറുപ്പം തൊട്ടേ ഒട്ടും സ്വപ്നത്തിൽ പോയിട്ട് ഒന്നും വിചാരിക്കുന്ന ഒരു കാര്യം പോലും ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഈ 2025 ഞങ്ങളിങ്ങനെ ഒരു US ട്രിപ്പ് പോകുന്നു, അങ്ങനത്തെ ഒരു ചിന്തകളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ നടക്കുമ്പോൾ എന്താ പറയുക, ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്, ഒരുപാട് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഒന്നും സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് ഒരു 2 hours കഴിഞ്ഞപ്പം നമുക്ക് നെയാഗ്ര ഭയങ്കര അടുത്താണല്ലോ. അപ്പോൾ നെയാഗ്ര ബോർഡറിലായിട്ട് തന്നെയാണ് നമ്മുടെ US ബോർഡർ വരുന്നത്. നമ്മൾ ബഫലോ വഴിയായിട്ട് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യേണ്ടിയിരുന്ന ബോർഡർ എന്ന് പറയുന്നത് പീസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡറാണ്. അപ്പോൾ ആ ഒരു ബ്രിഡ്ജിലൂടെ പോയിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു 1 kilometer പുറത്തായിട്ട് തന്നെ നമുക്കിങ്ങനെ ഏകദേശം ഏത് വഴി കൂടെ പോവാം, ഏതൊക്കെ സ്ലോട്ടാണ് അവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്, ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ്
സൈഡ് ക്ലോസ്ഡ് ആണ്. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു ഗ്രീൻ കാണുന്ന ട്രെക്സിന് മാത്രം പോകാനുള്ളതാണ്. നമുക്ക് ആ ഒരു മിഡിൽ സൈഡിൽ കൂടെ മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവർ കാണിക്കുന്ന ആ സെയിം വഴിയിലൂടെ അങ്ങനെ കുറേ ദൂരം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇമിഗ്രേഷൻ ഓഫീസേഴ്സിൻ്റെ അടുത്ത് എത്താൻ പറ്റും. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആകെ നമ്മുടെ പാസ്പോർട്ട് ഇനിയിപ്പോൾ PR ആണോ വർക്ക് പെർമിറ്റ് ആണോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സിറ്റിസൺ ആണെങ്കിൽ കനേഡിയൻ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു പാസ്പോർട്ട് മാത്രം മതി. അതൊക്കെ ഇവിടെ കാണിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പീസ് ബ്രിഡ്ജ് ബഫലോ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കണം. ഇവിടെ ഒരു നമ്മുടെ 10-20 വണ്ടികളുണ്ട്. ഞങ്ങൾ ആരടുത്തും പറഞ്ഞില്ല ഞങ്ങൾ US പോകുന്നത്. ഇവിടെ ഇമിഗ്രേഷനിൽ പണി കിട്ടില്ല എന്നറിയണ്ടേ, കയറ്റി വിട്ടാൽ മാത്രമേ പറയുള്ളൂ എന്നൊക്കെ ആരും പറഞ്ഞില്ല. അതുകൊണ്ട് സംശയം. കാരണം ഞങ്ങളുടെ ഇമിഗ്രേഷന്റെ ഭാഗ്യമൊക്കെ നമ്മൾ മെക്സിക്കോ പോയിട്ട് മനസ്സിലാക്കിയാണല്ലോ. അങ്ങനെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് ചെയ്യുന്ന വിചാരിക്കണം. അപ്പൊ അത്രമാത്രം വണ്ടി കാണാം. എല്ലാം സെറ്റാണ്. അങ്ങനെ അങ്ങനെ എന്താ പറയാ, ടെൻഷനും എക്സൈറ്റ്മെന്റും ഉണ്ടല്ലേ. കയറി കിട്ടി കഴിഞ്ഞാൽ ഹാപ്പി. നമ്മൾ ഓൾറെഡി ഒരു 2 hours ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം കേട്ടോ. കാരണം നമുക്ക് ഈവനിങ് 3 o'clock നമുക്ക് ഹോട്ടലിൽ കയറേണ്ട ആവശ്യമുള്ളൂ. അതുവരെ നമുക്ക് ആ ഒരു സമയത്തിനനുസരിച്ചാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പോയിട്ട് ഈ ഒരു ഓഫീസിൻ്റെ ഉള്ളിൽ കയറേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അവിടെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബോർഡറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ കയറിയിട്ട് അവരൊന്നും കൂടെ എന്തിനാണ് പോകുന്നതെന്നൊക്കെ ഒന്നും കൂടി ഡീറ്റെയിൽഡായി ചോദിച്ച് നമ്മുടെ ഹോട്ടലിൻ്റെ ചെറുതായിട്ടൊന്ന് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കും. പെട്ടെന്ന് അവർ സ്റ്റാമ്പ് ചെയ്ത് തരും. നമുക്ക് വിചാരിക്കാത്ത കുറച്ച് പോസ്റ്റ് ഒന്നും അവിടെ കിട്ടി. 1.5 മണിക്കൂർ നമ്മൾ പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ, കാരണം അത്ര തിരക്കുണ്ടായിരുന്നു, ഒരു 5 മിനിറ്റിൽ എത്തും നമ്മൾ വിചാരിച്ചേ. പക്ഷേ എന്നാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവർ വിളിച്ച് കഴിഞ്ഞതിന് ശേഷം ആകെ ഒരു 5 മിനിറ്റ് മാത്രമാണ് നമുക്ക് അവിടെ നിൽക്കേണ്ടി വന്നുള്ളൂ. അതിനുശേഷം പെട്ടെന്ന് വരാൻ പറ്റി കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മൾ ഇനി എന്തെങ്കിലും, കാരണം ഇപ്പോൾ കുറേ ട്രംപിൻ്റെ ടാരിഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അധികം ഒന്നും വ്ളോഗ്സ് ഇവിടെ നിന്ന് എടുക്കുന്നില്ല കേട്ടോ. സെയിം റോഡ് ഇങ്ങനെ പോവാണ്. ഇതൊക്കെ കഴിക്കുക, തിന്നുക. നമ്മളപ്പോ ഒരു 350 കിലോമീറ്ററോളം ഓൾറെഡി കഴിഞ്ഞു. 150 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഒരു 4.5 മണിക്കൂറേ ഉള്ളൂ. നല്ല സുഖമുണ്ട്. ഇതുവരെ ഒന്നും അറിയില്ല അല്ലേ, ട്രാവൽ ചെയ്തൊന്നും. അടിപൊളി. നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിരുന്നു. നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് ഫ്രണ്ട്സിനായാലും ഫാമിലീസിനായാലും കോൾ ചെയ്തിട്ടും അവരുടെ അടുത്തും വിശേഷങ്ങൾ പറഞ്ഞിട്ടും പിന്നെ ഞങ്ങൾ തന്നെ ഓരോന്ന് അതും ഇതൊക്കെ ചെയ്തിട്ടും ഒക്കെ ആയിട്ട് അത്യാവശ്യം നമുക്ക് ഒരു ബോറിങ്ങും ഇല്ലാതെ ആയിരുന്നു നമ്മുടെ ട്രാവലിംഗ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ രണ്ടുപേരും അത്യാവശ്യം ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്. അങ്ങനെ ഭയങ്കര ഇഷ്ടം എന്നാവില്ല, പക്ഷെ എന്നാലും ഒരു ബോറില്ലാതെ നമുക്ക് നന്നായി ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു ഈസി ആയിട്ട് തോന്നിയിരുന്നു കേട്ടോ ട്രിപ്പും കാര്യങ്ങളൊക്കെ. എനിക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് തോന്നിയൊരു മൊമെൻ്റാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ചൊന്നുമല്ല, ഞാൻ ഇങ്ങനൊരു കല്യാണം കഴിച്ചതിനെ തുടർന്നും അതുപോലെ ഞങ്ങളുടെ 2 പേരുടെ കല്യാണ സമയത്തും അവിടുന്ന് കഴിഞ്ഞിട്ടും അതിൻ്റെ മുന്നേ ആണെങ്കിലും, കാരണം ഫ്രണ്ട്സിനൊക്കെ കുറച്ച് പേർക്ക് അറിയാമെന്നല്ലോ, അതിന് ശേഷമാണെങ്കിലും ഒക്കെ ഒരുപാട് പേരുടെ ഡൗട്ടും കാര്യങ്ങളായിരുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് വർക്കാവോ, ഈ ഒരു റിലേഷൻഷിപ്പ് എവിടെ എൻഡാവും, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, എങ്ങനെയായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ എന്നൊക്കെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ. പണ്ടാരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ, എന്താ പറയുക, ഇനിയിപ്പോൾ എവിടെയാണ് സിൻസി എന്നൊക്കെ, നാട്ടിലെവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അമേരിക്കയിൽ സെറ്റിൽഡാന്നുള്ള പോലെ അങ്ങനെ എന്തെങ്കിലുമാണ് പറയുള്ളൂ എന്നൊക്കെ അങ്ങനെ ആരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അത് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് അന്നൊരു തമാശ പോലെ അല്ലെങ്കിൽ നമ്മൾ കളിയാക്കുന്ന പോലെ ആയിരിക്കാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതെനിക്കറിയില്ല. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചിരുന്നു, അപ്പോൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണോ, അല്ലെങ്കിൽ അതെന്താണ് എന്നൊക്കെ ഉള്ള ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഭയങ്കര കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്നൊന്നും ഒരിക്കലും നമ്മുടെ സ്വപ്നത്തിൽ പോലുള്ള ഈ ഒരു കൺട്രിയോ അല്ലെങ്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു ഒന്നും വിചാരിച്ചിട്ടില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് എന്നല്ലാതെ നമുക്കിതിനെ കൊണ്ട് സാധിക്കുമെന്ന് ഒന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം, ഒരു 7 കൊല്ലം കഴിഞ്ഞു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്, അതിനുശേഷം ഇന്ന് ഞങ്ങൾ അമേരിക്കയിലോട്ട് കാറിൽ സഞ്ചരിക്കുക, അവിടെ പോയി അടിച്ചു പൊളിക്കുക, അത് കാണാൻ വേണ്ടി പോവുക, എല്ലാവരും സ്വപ്നമായ ആ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോകുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര, നമുക്ക് തന്നെ സ്വയം ഭയങ്കരമായിട്ടൊരു പ്രൗഡ് തോന്നുകയാണ് കേട്ടോ. അതെങ്ങനെ ആരുടെ അടുത്ത് പറയണമെന്ന് അറിയില്ല. ആരുടെ അടുത്തും കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരുടെ അടുത്തും പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ ഈ സ്റ്റോറി ഇവിടെ പറയുന്നത്. പക്ഷെ നമുക്ക് സാധിക്കാത്തത് നമ്മൾ നേടിയെടുത്തു എന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷം എനിക്കറിയില്ല എങ്ങനെ പറയണം എന്നുള്ളത്. അതെനിക്ക് ഈ വ്ളോഗിൽ പ്രത്യേകം പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പറയുന്നത്. നമ്മൾ വരുന്ന വഴി ഗ്യാസൊക്കെ അടിക്കാണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഓരോരോ സ്റ്റോപ്പ് ഇട്ടിട്ട് നമ്മൾ അവിടെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് അങ്ങനെയായിരുന്നു വരുന്നുണ്ടായിരുന്നത്. കുറച്ച് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിച്ചായിരുന്നു. എനിക്ക് പിന്നെ എപ്പോഴും വരുമ്പോൾ ഞാൻ അത്യാവശ്യത്ത് കൂടുതൽ എടുക്കുന്നതാണ് ചോക്ലേറ്റ്. അപ്പോൾ ഞാൻ അതെല്ലാം കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്.
ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം ഇവിടെ പറയേണ്ട കാര്യമല്ല, ബട്ട് സ്റ്റിൽ ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ Q&A ഇടാന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താണ് നിങ്ങൾ ഈ ഹിന്ദു മുസ്ലിം ടാഗ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, അത് കൂടുതൽ ഇടുമ്പോൾ നിങ്ങൾ തന്നെയല്ലേ അത് ഭയങ്കര ബോറാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ അത് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുമല്ലോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു റീസണും കൂടെ എൻ്റേതായിട്ടുള്ള ഒരു വേയിൽ ഞാനൊന്ന് ഇവിടെ പറയാമെന്ന് വിചാരിച്ചു. നമ്മുടെ എല്ലാ പോസ്റ്റിനടിയിലും, എല്ലാ വീഡിയോസിനടിയിലും, എല്ലാ ഷോർട്സിനടിയിലും, എല്ലാ റീലിനടിയിലും ഒരിക്കലും നമ്മൾ അങ്ങനെ ഇട്ടിട്ടില്ല. അതാണ് ഫസ്റ്റ് കാര്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതൊന്നും ഇപ്പോൾ എനിക്കിവിടെ ആൻസർ ചെയ്യേണ്ട കാര്യമല്ല, ബട്ട് സ്റ്റിൽ നമ്മളൊരു വ്ളോഗ് ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന അവർക്കൊക്കെയുള്ള മറുപടി ഏകദേശം നമുക്ക് കുറച്ചെങ്കിലും കൊടുക്കാൻ പറ്റിയിരിക്കണം. നമ്മളത് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇടുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ഒരുപാട് കുറ്റങ്ങളും അതുപോലെ ഒരുപാട് കുറേ ആൾക്കാരുടെ കുറേ സംഭവങ്ങൾ കേട്ട് ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അതായത്, നിങ്ങളൊക്കെ എവിടെ എത്താനാണ്, നിങ്ങളൊക്കെ എന്താവാനാണ്, നിങ്ങൾക്കൊന്നും ഇതില്ലാണ്ട് നിങ്ങൾ എന്തോ ചെയ്യും, അതില്ല ഇതില്ല, അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ട് നമ്മുടെ ഫാമിലി പറയുമ്പോൾ മുത്തിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം, പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് കൊണ്ട്, നമ്മുടെ രണ്ടുപേരുടെയും ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഇഷ്ടം കൊണ്ടൊക്കെയാണ് നമ്മൾ ഇത്രയും നമ്മുടേതായിട്ടുള്ള ഒരു സെൽഫായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തി അവിടേക്ക് വന്ന് ഇങ്ങനെയൊക്കെ വളരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് ഹിന്ദു മുസ്ലിംസോ അല്ലെങ്കിൽ വേറൊരു റിലീജിയൻ, വേറൊരു കാസ്റ്റ് ഇൻ്റർ റിലീജിയൻ ഇങ്ങനെയൊക്കെ കല്യാണം കഴിച്ച് എല്ലാവരും നശിച്ചു പോവും, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും എവിടെയും ഗുണം പിടിക്കത്തില്ല, ചുമ്മാ ഒരു പ്രഹസനമാണ് ഇതൊക്കെ, അല്ലെങ്കിൽ ഇവരുടെ സ്നേഹമൊക്കെ ചുമ്മാ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ച് കാലം. ഞാൻ കല്യാണം കഴിച്ച സമയത്ത് ഒരു 4 ദിവസം ഞാനും മുത്തൊപ്പം താമസിക്കുന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. ഇതൊന്നും എവിടെയും ഓടത്തില്ല, ഇത് നമുക്കറിയാം എന്താണ് നമ്മുടെ സ്നേഹം എന്നുള്ളതും കാര്യങ്ങളും അല്ലേ. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരൊറ്റ കാര്യമുള്ളൂ, ഇങ്ങനെയൊക്കെ കല്യാണം കഴിച്ചാലും 2 ആൾക്കാർ തമ്മിൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ ഒന്നുമില്ല. അത് ഏത് മതമായിക്കോട്ടെ, ഏത് ഇനിയിപ്പോൾ വയസ്സിൻ്റെ കാര്യങ്ങൾ, എന്ത് വാട്ടെവർ, ഒന്നുകൊണ്ടും കാശ് കൊണ്ടായാലും ഒന്നുകൊണ്ടും ഞാൻ വേർതിരിവ് വിചാരിക്കില്ല. കാരണം 2 മനുഷ്യന്മാർ തമ്മിൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്നേഹമാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത് 4 ആൾക്കാരിലേക്ക് എന്തായാലും എത്തിക്കാൻ നമ്മളത് ചില സമയത്ത് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ റീച്ച് കിട്ടാൻ വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അതുമായിരിക്കാം. കാരണം നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നതെല്ലാം റീച്ച് കിട്ടാൻ വേണ്ടിയൊക്കെ തന്നെയാണ്. പക്ഷെ അത് മാത്രം കണ്ടൻ്റായിട്ട് ഇട്ടിട്ടല്ല നമ്മൾ ഒരിക്കലും ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. പക്ഷെ ചെയ്യുന്ന സമയത്തൊക്കെയും അത് എന്തെന്നെ ആയാലും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സമൂഹം ഉണ്ടായിരിക്കുമല്ലോ, അവരുടെ മുന്നിലോട്ട് നമ്മൾ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്യുന്നത്. ആ ഒരു സന്തോഷം ഇങ്ങനെയും ആൾക്കാർക്ക് ജീവിക്കുക എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതെല്ലാം നോർമലാവുന്നൊരു കാലം വരും, എനിക്കറിയാം. എന്തായാലും ഇതെല്ലാം അറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്നവരുണ്ട് ഒരുപാട് ആൾക്കാർ, അതും നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. നമ്മൾ ഈ കാണിച്ചൊക്കെയാണ് നമ്മുടെ റൂമിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നല്ലൊരു കുട്ടി റൂമാണ്. നമുക്ക് ആകെ 2 ദിവസം 2 നൈറ്റ് മാത്രമാണ് സ്റ്റേ ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങുക കേട്ടോ. നമ്മുടെ പ്ലാന് വെള്ളിയാഴ്ച എത്തി വൈകുന്നേരം അന്ന് തന്നെ ഒന്ന് ന്യൂയോർക്ക് ടൈംസ് സ്ക്വയർ ഒന്ന് കറങ്ങി കാണുക. അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസം മൊത്തം അവിടെ ഒന്ന് കറങ്ങുക. അങ്ങനത്തെ കുട്ടി പ്ലാന് മാത്രം കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ വേഗം വന്നു, ഒന്ന് ഫ്രഷപ്പായി, എന്നിട്ട് ഇനി പുറത്ത് പോകുക, അത്രയേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം എല്ലാം നടക്കണം. അതേസമയം നമുക്ക് അധികം ക്ഷീണം ഉണ്ടാവാനും പാടില്ലല്ലോ. നമ്മുടെ പ്ലാൻ പ്രകാരം അന്ന് വെള്ളിയാഴ്ച എത്തിയിട്ട് നമ്മളൊന്ന് ടൈംസ് സ്ക്വയർ കറങ്ങാൻ പോവുകയാണല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും കാറായിട്ട് നേരെ ടൈംസ് സ്ക്വയറിലോട്ട് പോകാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നു. ഒരുപാട് പ്ലാൻ ഇതിൻ്റെ ഇടയിൽ നടന്നു. അപ്പോൾ ആദ്യം അവിടെ ഓൾറെഡി നമ്മൾ ഒരു പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തോന്നി നേരെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് സമയം അവിടെ നഷ്ടമാവും, നമുക്ക് വന്ന് കിടന്നുറങ്ങി പിറ്റത്തെ ദിവസം നമുക്ക് കറങ്ങാൻ പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു, മുത്ത് ഓൾറെഡി വേറൊരു ഐഡിയ അതിന് മുന്നേ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു നെവാർക്ക് സ്റ്റേഷൻ, പെൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ അടുത്ത് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നെവാർക്കിൽ പോയിട്ട് അവിടെ പെൻ സ്റ്റേഷൻ അതിൻ്റെ അടുത്ത് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നേരെ പെൻ എന്ന് പറയും, അത് ഈ ഒരു ട്രെയിൻ പോലത്തെയാണ്. അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾ നേരെ ന്യൂയോർക്കിലോട്ട് എത്തി, നേരെ ടൈംസ് സ്ക്വയറിൻ്റെ അവിടെ എത്തി, അവിടെ നേരെ നമുക്ക് അവിടെ കറങ്ങാൻ പോയി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പെന്നെടുത്ത് തിരിച്ചു വരിക നെവാർക്കിലോട്ട്, എന്നിട്ട് കാറെടുത്തിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ റൂമിലോട്ട് വരിക. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടെ കാര്യങ്ങൾ, ടൈമും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരുപാട്.
നമ്മുടെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ. നമ്മളങ്ങനെ പെട്ടെന്നുള്ളൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് നല്ലപോലെ പ്ലാൻ ചെയ്യാൻ പറ്റിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു സ്ഥലത്താണ് 12 hours ഒരു പാർക്കിംഗ് സ്ലോട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ കൊടുക്കുന്നു, അവർ ഇവിടെ 24 hour അവൈലബിൾ ആണ്, നമുക്ക് ഇപ്പോൾ വന്നാലും അവരോട് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ നേരെ ആ സ്റ്റേഷനിലോട്ട് നടന്നു കേട്ടോ. പെൻ സ്റ്റേഷനിലോട്ട് നടന്ന് അവിടുന്ന് ടിക്കറ്റ്സ് ഒക്കെ എങ്ങനെ എടുക്കാമെന്നൊക്കെ അവിടെ നിന്നാണ് മനസ്സിലാക്കിയത്. നമ്മൾ ആ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഇതെനിക്ക് ആദ്യം ഓക്കെ ആയിട്ടുള്ളൊരു പ്ലാൻ ആയിരുന്നില്ല, കാരണം എനിക്കെപ്പോഴും കംഫർട്ടബിൾ കുറച്ച് അധികം വേണമല്ലോ. അപ്പോൾ ഞാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പോയി. പക്ഷെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, കാരണം അപ്പോഴാണ് അവിടുത്തെ ഒരു ലോക്കൽ സിസ്റ്റം എന്താണ്, എങ്ങനെയാണ് അവിടെ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുപോലെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ന്യൂയോർക്ക് പെൻ സ്റ്റേഷനിലെത്തി. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊന്നും നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി ഗൈസ് നമ്മൾ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഡ്രീമായിട്ടുള്ള അതെ അവിടുന്ന് പറയാ ഇത് പോരാ അങ്ങനെ നമ്മൾ എത്തിയെന്നൊക്കെയുള്ളത് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അവിടെ കുറച്ച് നേരം നടക്കണം. നമുക്ക് നമ്മുടെ ഒരു ജൂനിയർ കുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അവനെ ഒന്ന് കാണാനുണ്ട്. അവൻ ഇവിടെ ആർട്ടിസ്റ്റ് വിസയിൽ വന്നിട്ടുള്ളതാണ്, അപ്പോൾ ആളെ ഒന്ന് കാണാണ്ട് കേട്ടോ. നല്ല അടിപൊളി വൈബുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. എല്ലാം നമ്മൾ പണ്ടേ കണ്ടിട്ടുള്ള പോലെ എല്ലാം അല്ല എന്താ പറയുക, നമ്മുടെ ഈ ഭയങ്കര വീഡിയോസിലും ഒക്കെ കണ്ട പോലെ തന്നെയാണ് സ്ഥലമൊക്കെ കാണാൻ. പക്ഷേ നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി കാനഡയിൽ ഇവിടെ താമസിച്ച് ഇത്രയും കൊല്ലം ഇവിടെ നിന്ന് ഇവിടുത്തെ കൾച്ചറെല്ലാം കണ്ട് വെസ്റ്റേൺ കൾച്ചർ ഏകദേശം നമുക്കെല്ലാം നന്നായിട്ട് അറിയാം. ഇവിടെ എന്നും അത് യൂസ്ഡ് ആണ് നമുക്ക്. അങ്ങനെ എല്ലാം കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ഭയങ്കര വാവ് ഫീലിംഗ് ഉണ്ടായില്ല കേട്ടോ ഒരിക്കലും. പക്ഷേ എന്നാൽ അടിപൊളി സംഭവം തന്നെയാണ്. പക്ഷെ നമുക്ക് ആ ഒരു ഓക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ്, അത്രയൊക്കെ തന്നെയാണ്, അങ്ങനത്തെ ഒരു സംഭവം മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പറയാനാണെങ്കിൽ ആൾക്കാരുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഭയങ്കര പൊളൈറ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കാനഡയിലാണ് കേട്ടോ. മറ്റേതെന്ന് പറയുമ്പോൾ ആൾക്കാർ തട്ടിപ്പോയാലും ആരും സോറി ഒന്നും പറയുന്നില്ല. ഇനി ചിലപ്പോൾ നമുക്കങ്ങനെ തോന്നുന്നതായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഹോംലെസ്സും ആൾക്കാരൊക്കെ നമ്മൾ കാനഡയിലുള്ളതിനേക്കാൾ കൂടുതലായിട്ടാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു ട്രെയിൻ സ്റ്റേഷനിൽ കൂടെ ഒക്കെ ഒന്ന് വന്നപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ഒരുപാട് ഹോംലെസ്സുകളായിരുന്നു. അപ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, നമ്മുടെ അവിടുത്തെ അത്രയും ഒരു ക്ലീൻ ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ അത്രയും വലിയ സിറ്റിയല്ലേ, നമുക്കെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ഇതാണ് 99 പിസ്സ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് എന്ന് പറഞ്ഞിട്ട് മുത്ത് വീഡിയോ എടുത്താണ് കേട്ടോ. അവിടെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടുത്തെ ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ഇവിടെ കാനഡയിൽ ഡൗൺ ടൗൺ ഉണ്ടല്ലോ, അതിൻ്റെ ഡണ്ടാ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലത്തിൻ്റെ ഒരുപാട് വലിയൊരു വേർഷൻ അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം സ്ക്വയർ ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷെ അതിനേക്കാൾ വൈബായിട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കാരണം ഇവിടെ അത്രയും തിരക്കായിരുന്നു. ഇനിയിപ്പോൾ അന്ന് ലോങ് വീക്കെൻഡ് ആയതുകൊണ്ടാണ് എന്താണെന്നറിയില്ല, അത്രയും നടക്കാൻ പോലും നമുക്ക് സ്ഥലമില്ലാത്ത അത്രയും ആൾക്കാർ നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കനേഡിയൻ മണ്ണിൽ നിന്ന് വന്നിട്ട് നമ്മൾ US-ൻ്റെ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. പിന്നെ ഞാൻ കുറേ കാലത്തിന് ശേഷം നാട്ടിൽ നിന്നുള്ള ഒരാളെ കാണല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമായിരുന്നു. അവൻ ഞങ്ങളുടെ ജൂനിയർ കുട്ടിയായിരുന്നു. പിന്നെ എനിക്ക് അറിയുന്ന ഒരാളുടെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് പറയുമായിരുന്നു കേട്ടോ. എപ്പോഴും നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ എപ്പോഴും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ടായിരിക്കും കേട്ടോ. അതുപോലെ വന്നൊരു ടീംസാണ് ഇവർ. അപ്പോൾ ഇവരെന്താണെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു ക്രൗഡിനെ അവിടെ അങ്ങനെ അത്രയും ഒരു വൈബിലാക്കി മാറ്റിയത് ഇവരാണ് കേട്ടോ. ഇവരിങ്ങനെ പലതും പറയണ്ടായിരുന്നു, അത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ ഭയങ്കര രസത്തിലായിട്ട് ഭയങ്കര നമ്മുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് ഇവർ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടും തോന്നി. നമ്മൾ ഇനിയിപ്പോൾ ഒന്നും ഇല്ലല്ലോ, തിരിച്ച് റൂമിൽ പോകാനായല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമായിരുന്നു. ഒരുപാട് ഷോകളും കാര്യങ്ങളും അവിടെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമുക്കൊന്നും ഫുള്ളായിട്ട് കാണാനൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്നായിരുന്നു ഇവർ വന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് നേരം കുറച്ച് എൻജോയ് ചെയ്ത് കുറേ ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാത്തതായിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് ഈ ലോകത്തുള്ളതല്ലേ. ഒരിക്കലും നമ്മൾ വിചാരിക്കാത്തൊരു കാര്യത്തിലാണ് ഇന്നും നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും എനിക്ക് എല്ലാവരും അടുത്ത് വീഡിയോ കാണുന്നവരുടെ അടുത്തൊക്കെ പറയാനുള്ളത്, നിങ്ങൾ 100% മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം എന്തെന്നായാലും ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ ഹിന്ദു മുസ്ലിം ടാഗ് യൂസ് ചെയ്യുന്നതിൻ്റെ അത് ഇതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇതിൻ്റെ മുന്നത്തെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കാരണം എത്രയായാലും നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെന്നെ ആയാലും നമുക്ക് ലൈക്കും ഷെയറും കാര്യങ്ങളും ഒക്കെ ചെയ്യണം കേട്ടോ. ലൈക്കൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ അത്രയും നമുക്ക് വേറെ ആൾക്കാരിലോട്ട് റീച്ച് ആവത്തുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നവർ കണ്ടിരുന്നാൽ മാത്രം പോരല്ലോ. അത്രയും വ്യൂസിനുണ്ടെങ്കിൽ അത്രയും ലൈക്കും നമുക്ക് കിട്ടിയാൽ അത്രയും നല്ലതാണ് നമ്മുടെ കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഈ ആൾക്കാർ എന്താണ് അവിടെ ഒരു കുഞ്ഞിനെ വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന് ചാടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ഹൈറ്റിലുള്ള ആൾക്കാരെ വെച്ചിട്ട് ഇതൊക്കെ ചാടും എന്നുള്ള പോലെ ഭയങ്കര ബിൽഡപ്പ് വന്നു കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ ഇപ്പം ചാടുമായിരിക്കും, അവരിപ്പോൾ ചാടുമായിരിക്കും. പക്ഷേ കുറേ നേരം ബിൽഡപ്പ് എന്നല്ലാതെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഹലാൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് മുത്ത് കൊണ്ടുപോയതാണ്. ഒരുപാട് നേരം അവിടെ നിന്നു വിട്ട സംഭവം സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഹലാൽ ബോയ്സ് അല്ല കേട്ടോ, ഹലാൽ ഗൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കുറേ നേരം നിന്നു നമ്മൾ ഫുഡൊക്കെ വാങ്ങി. പിറ്റേ ദിവസം രാവിലേക്കല്ലോ നമ്മൾ വാങ്ങിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാനൊന്നും സമയമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. റൈസും ചിക്കനും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ഒരുപാട് നേരം ക്യൂ നിന്നിട്ടോ നമുക്കത് കിട്ടിയത് തന്നെ. പിന്നെ ഒരുപാട് നമ്മൾ ഓൾറെഡി പണ്ടേ പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇത് അത്രയും ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം നമ്മുടെ ന്യൂയോർക്ക് സിറ്റിയിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. In 700 meters, take a right on West 34th Street. Hey guys, comedy show? Yeah. You can understand. Yeah, this is perfect.